തൃശ്ശൂരിൽ ബൈക്കിലെത്തിയ സംഘം വയോധികയുടെ മാല പൊട്ടിച്ചു എന്നൊരു വാർത്തയിലേക്കാണ്. അപകട വാർത്തയിലേക്കല്ല. ചിറ്റപ്പള്ളി സ്വദേശിയുടെ 3.5 പവൻ മാലയാണ് നഷ്ടമായത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവരുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കാണാം. ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങളുമായി ചേർന്നത്. ശ്യാം, ഈ ഓണക്കാലത്ത് സാധാരണ പോക്കറ്റടിക്കാർ മാലമോഷ്ടാക്കൾ അതൊക്കെ നേരത്തെ ഉള്ളൊരു പതിവാണ്. ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ, മേളകൾ നടക്കുന്ന ഇടങ്ങളിലൊക്കെ അല്ലെങ്കിൽ വിപണികളിലൊക്കെ ഇത്തരം സംഭവങ്ങൾ നേരത്തെ തുടർച്ചയായി ഉണ്ടാകാറുണ്ടായിരുന്നു. ഇപ്പോൾ സമീപകാലത്ത് അത്തരം സംഭവങ്ങൾ കുറഞ്ഞു വരുന്നു എന്ന നിലയിലാണ് പുറത്തു വരുന്ന വാർത്തകളൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇതെന്താണ് സംഭവം? രതീഷ, ഇന്ന് രാവിലെ 9 മണിക്കാണ് സംഭവം. ചിറ്റിലപ്പള്ളി സ്വദേശിയായ വയോധിക പള്ളിയിൽ പോയി തിരികെ വരുമ്പോഴായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അതായത് ഇവർ പള്ളിയിൽ പോയി തിരികെ വരുമ്പോൾ തൊട്ട് പുറകിൽ കൂടി ഒരാൾ ബൈക്കിൽ വരുന്നു. ബൈക്കിൽ വന്ന ശേഷം ഈ വയോധികന്റെ അടുത്തേക്ക് വന്ന് കഴുത്തിൽ കിടക്കുന്ന മാല പൊട്ടിച്ച ശേഷം കടന്നു കളയുകയായിരുന്നു. ആ സമയത്ത് വയോധികർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. കാരണം ആ പ്രദേശത്ത് മറ്റ് ആളുകളൊന്നും തന്നെ ഇല്ല. രണ്ട് സൈഡിലും വീടുകളും മറ്റും ഒക്കെയാണ്. അവരൊക്കെ വീട്ടിനുള്ളിലുമാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഒച്ച എടുക്കുന്നുണ്ട്. പക്ഷേ വയോധികയാണ്. അവർക്ക് എത്രത്തോളം ശബ്ദം ഉയർത്താൻ പറ്റുമോ അത്രയും അവർ ശബ്ദം ഉയർത്തിയെങ്കിലും ആരും ആ സമയത്തേക്ക് അവിടേക്ക് വരികയും ചെയ്തിട്ടില്ല. 2 പവനോളം വരുന്ന മാലയാണ് ഇപ്പോൾ നിലവിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത്. നിലവിലെ ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പേരാമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പേരാമംഗലം ചിറ്റിലപ്പള്ളി ജോജോ ലോഡ്ജിന്റെ സമീപത്ത് വെച്ചാണ് ഈ മാല കവർന്നിരിക്കുന്നത്. ശരി, ശ്യാം പ്രസാദ് ഉത്തമനാണ് തൃശ്ശൂരിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്.